ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കംപ്ലീറ്റ് ആകും. അതേപോലെ പാർട്ട് 2 നമ്മൾ ഒരു ചാപ്റ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ CRT സയൻസ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ ക്ലാസ്സുകൾ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഭക്ഷ്യോൽപാദനം മുതൽ സുരക്ഷ വരെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ അധികം പഠിക്കാനുണ്ട്. കുറച്ച് അതേപോലെ തന്നെ നമ്മുടെ പദ്ധതികളും ഒക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ എന്താണ് കൃഷി ചെയ്തുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഒരു സ്ഥലത്ത് അവൻ മറ്റേ സ്ഥിരമായിട്ട് അവൻ നിൽക്കാൻ തുടങ്ങിയത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്കും വരുന്നത്. കൃഷിയുടെ ഉത്ഭവമൊക്കെയാണ് പറയുന്നത്. കണ്ടോ, വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസങ്ങൾ കൃഷിക്ക് പ്രധാനമായ പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവൻ്റെ ഉൽപ്പാദനം കൂടിയപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ പതുക്കെ അതിനെ കച്ചവടങ്ങളാക്കാനും ചെറിയ ചെറിയ മാർക്കറ്റുകളും അങ്ങനെ പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ രൂപപ്പെടാനായിട്ട് തുടങ്ങി. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഈ മാറ്റങ്ങളാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കൃഷിയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു? അലഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ ഏതാണ്ട് 7000 BCE കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ എന്ന് പറയുമ്പോൾ എന്താണ്? 2 നദികൾക്കിടെ, യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ. നമ്മൾ പഠിച്ചതാണ്. തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCE സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഉണ്ടോ? അപ്പൊ കൃഷിയുടെ ഉത്ഭവം പറയാണ്. ഇനി നമുക്ക് പല ടൈപ്പ് കൃഷികളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. എന്തായിരിക്കും ഉപജീവന കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് എന്ത്, ഉപജീവന കൃഷി എന്ന് പറയുന്നത്. കണ്ടോ, ലാഭം നേടുക എന്നുള്ള ലക്ഷ്യമല്ല അവർക്ക് അവിടെ ഉള്ളത്. അപ്പൊ ഉപജീവന കൃഷിയുടെ പ്രത്യേകതകളിൽ നമുക്ക് പറയാം, ലാഭം നേടുക എന്നതല്ല കൃഷിയുടെ ലക്ഷ്യം. എന്നാൽ ചില അവസരങ്ങൾ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്, മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിൽക്കുന്നത്. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കിക്കേ, നമുക്കറിയാം ലാഭം എന്ന് പറയുന്നത് അവിടുത്തെ എപ്പോഴും എന്താണ്, സെക്കൻഡറി ആണ്. നമ്മുടെ ഉപജീവനം, നമ്മുടെ ഡെയിലി ലൈഫിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇനി സമ്മിശ്ര കൃഷി എന്താണ് വരുന്നത് നോക്കിക്കേ, അതായത് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. കണ്ടോ, എന്തൊക്കെയാണ് നോക്കിക്കേ, കന്നുകാലികൾക്കുള്ള കണ്ടോ, കന്നുകാലി വളർത്തല്, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, കോഴി വളർത്തല്, മീൻ വളർത്തല് തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാം. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്നു. ചെലവ് കുറവായിരിക്കും. അല്ലെ, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന സമ്മിശ്ര കൃഷിയുടെ മേന്മകളാണ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യും. അപ്പൊ എന്താ, കന്നുകാലികളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരുടെ ചാണകവും ഒക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അതേപോലെ അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആയിട്ട് ഇടുന്ന പുല്ലും ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കന്നുകാലികൾക്ക് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതിന്റെ നടുക്ക് ഒരു ചാല് കെട്ടി അവിടെ എന്ത് ചെയ്യാം, നമുക്ക് മീൻ വളർത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ വെള്ളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം സമ്മിശ്ര കൃഷിയുടെ മേന്മകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഉപജീവന കൃഷിയും പറഞ്ഞു, സമ്മിശ്ര കൃഷിയും പറഞ്ഞു. ഇനിയാണ് വരുന്നത് തോട്ടവിള കൃഷി എന്ന് പറയുന്നത്. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്യുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷി. അപ്പൊ തോട്ടവിളകൾ ഏതൊക്കെയാണ് പറയുന്നത്? തേയിലയുണ്ട്, കാപ്പിയുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനാൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ
ഗ്രാമങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്. അപ്പൊ എന്താണ്? ദീർഘകാലം വരുമാനം കിട്ടും, താരതമ്യേന കുറഞ്ഞ ചെലവ് മതി. അപ്പൊ തോട്ടവിളകൾ പറഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് വരുന്നത്? വാണിജ്യവിള കൃഷിയാണ്. എന്തായിരിക്കും വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഉപജീവന കൃഷി പറഞ്ഞു, സമ്മിശ്ര കൃഷി പറഞ്ഞു, തോട്ടവിള കൃഷി പറഞ്ഞു, വാണിജ്യവിള പറഞ്ഞു. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ എന്താണ് ഈ പറയുന്ന വാണിജ്യ വിളകളായിട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, എന്തൊക്കെയാണ് ഈ പറയുന്ന 4 കൃഷികളുടെയും മേന്മയാണ് പറയുന്നത്. ഉപജീവന കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തം ഉപയോഗത്തിനാണ്. പിന്നെ എന്താണ്? ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയാ, നമുക്ക് പരമ്പരാഗതമായ കാർഷിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്? ജൈവ കൃഷി അല്ലെ, വിഷരഹിതമായിരിക്കും അതൊക്കെ അല്ലെ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, വിഷം അടിച്ച് വെക്കാനൊന്നും ശ്രമിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത മനുഷ്യൻ കൈവരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഉപജീവന കൃഷിയുടെ മേന്മകൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിച്ചത് സമ്മിശ്ര കൃഷിയാണ്. അവിടെ എന്താണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു അല്ലെ. നമ്മളിപ്പോ എന്താണ് അതിന്റെ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, വാഴ നനയുമ്പോ കൂടത്തിൽ ചീരയും കൂടി നനയും എന്ന് പറയത്തില്ലേ? സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഉൽപാദന ചെലവ് അവിടെ കുറവാണ്. പിന്നെന്താണ്? പലതരം കൃഷികളുടെ സംയോജനമാണ്. പലതരം കൃഷികളുടെ സംയോജനമാണ് അവിടെ നടക്കുന്നത്. പിന്നെന്താണ്? താരതമ്യേന തൊഴിലാളികളുടെ എണ്ണം കുറവായിരിക്കണം അല്ലെ. വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപാദനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അല്ലെ. ഒരു വാഴ തോട്ടത്തിലാണെങ്കിൽ നമുക്ക് അതിന്റെ ചുവട്ടിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ പറയുന്ന ചീര നടാൻ പറ്റും. അതേപോലെ നമ്മൾ നടത്തുന്ന ഒരു എന്താണ് കവുങ്ങ് ആണെന്ന് വെക്കുക, അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുരുമുളക് വളർത്തി കയറ്റാം. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നടത്താൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് തോട്ടവിളയാണ്. അവിടെ എന്താണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ചെലവ് കുറവാണ്. പിന്നെ എന്താണ്? വൻതോതിലുള്ള ഉൽപാദനം. പിന്നെ പറയുന്നതാണ് ദീർഘകാലം നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? വിശാലമായ കൃഷിസ്ഥലങ്ങളാണ്. ഇതൊക്കെയാണ് തോട്ടവിള കൃഷിയുടെ മേന്മകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാണിജ്യവിള കൃഷിയാണ്. അവിടെ എന്തൊക്കെയാ പറയുന്നത്? ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സംഭരണശാലകൾ വേണം അല്ലെ. സംഭരണശാലകൾ, ആധുനിക സാങ്കേതിക വിദ്യ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ടൈപ്പ് കൃഷിയെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. നമ്മൾ ഭക്ഷണത്തിന് മാത്രമല്ല കൃഷി അല്ലെ, നമ്മുടെ ഒരു വരുമാന സ്രോതസ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? കൃഷി എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നമ്മുടെ രാജ്യത്തെ അതായത് കാർഷിക വിളകളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? ഭക്ഷ്യവിള എന്നും നാണ്യവിള എന്നും 2ആയി തരംതിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾക്കായി ഉപയോഗിക്കുന്നതിനെ ഭക്ഷ്യവിള എന്നും വാണിജ്യ വ്യവസായങ്ങൾക്കാണെങ്കിൽ ഇനി നാണ്യവിള എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെല്ല്, ഗോതമ്പ്, ഇതേപോലെ ചോളം, ഇതൊക്കെ എന്താണ്? ഭക്ഷ്യവിളയാണ്. ചോളം, ബാർലി, പിന്നെ എന്താണ്? പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഭക്ഷ്യവിളകൾ വരുന്നു. നാണ്യവിളകളാണെങ്കിൽ എന്തൊക്കെ വരാം? പരുത്തി വരാം, റബ്ബർ വരാം, പിന്നെ എന്താണ്? ചണം വരാം, കാപ്പി, ഏലം, ഇതൊക്കെ എന്താണ്? നാണ്യവിളകൾക്ക് ഉദാഹരണമാണ്. നമ്മളവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ലാഭം, വാണിജ്യമായിട്ടാണ്. ഇനി നോക്കിക്കേ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൃഷി ചെയ്യുന്നതാണ്? ഗോതമ്പ് എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തിയാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ലാണെങ്കിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന വിളകൾ കൃഷി ചെയ്യുന്നത്. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഫലഭൂഷ്ടമായ മണ്ണ്. നമ്മുടെ ഇന്ത്യയിലെ മണ്ണെന്ന് പറയുന്നത് വളരെയധികം അല്ലെ, ഈ പറയുന്ന എല്ലാ വിളകൾക്കും അനുയോജ്യമായിട്ടുള്ള എല്ലാ ടൈപ്പും മണ്ണും ഉണ്ട് അവിടെ. അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, ഇതെല്ലാം എന്താണ്? ഒരു നാട്ടിലെ കാർഷിക വിളകളെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്.
ഇനി പറയുന്നത് കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ്. അതായത് കൃഷി നടത്തുവാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്താണ്, കൃഷിയുമായി ബന്ധപ്പെട്ട കുറെ വ്യവസായങ്ങളും വരുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, തുണി വ്യവസായം എന്ന് പറയുന്നത് ഒരു കാർഷിക അധിഷ്ഠിത വ്യവസായമാണെന്ന് പറയാം. അതായത് ഈ പറയുന്ന തുണി വ്യവസായം നടത്തണമെങ്കിൽ അതിന്റെ എന്താണ്, അതിന് മുമ്പുള്ള അസംസ്കൃത വസ്തുവായ പരുത്തിയുടെ ഉൽപാദനം വേണം. അപ്പൊ അതെന്താണ്, കൃഷിയെ ആശ്രയിച്ചാണ് അടുത്ത സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളും വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കരിമ്പാണെങ്കിൽ പഞ്ചസാര വ്യവസായം പറയാം. പിന്നെ റബ്ബർ കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ടയർ അല്ലെ. ടയർ വ്യവസായം റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്ത് പറയാം, തേയിലകൾ കാർഷിക ഉൽപാദനം അല്ലെ. നമ്മുടെ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന തേയില വ്യവസായം എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പറയുന്നത് ധാതു സമ്പത്തിലൂടെയാണ്. ഓക്കെ, ധാതു സമ്പത്ത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളും അലോഹങ്ങളൊക്കെ എന്താണ് പറയുന്നത്, ധാതുക്കൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ധാതുക്കൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ധാതുക്കളൊക്കെ നമുക്ക് എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ എന്തിന്റെയാണ്, സിങ്ക് അല്ലെ. ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഒക്കെ എന്തിന്റെയാണ്, ഇരുമ്പിന്റെയാണ്. പിന്നെ എന്ത് നമുക്ക് പറയാൻ പറ്റും, ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ലോഹങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്ത് വേണം, ഈ പറയുന്ന ലോഹധാതുക്കൾ വേണം. മൈക്ക, വജ്രം, മണൽ തുടങ്ങിയ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, താഴെ തന്നിരിക്കുന്നവയിൽ ലോഹധാതുക്കൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കണം ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. തന്നിരിക്കുന്ന എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അലോഹധാതുവാണ്, മൈക്കയുണ്ട്, വജ്രമുണ്ട്, സിലിക്കയുണ്ട്. ഇന്ധന ധാതുക്കളാണ്, കൽക്കരിയുണ്ട്, പെട്രോളിയം ഉണ്ട്. ഓക്കെ, ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, കൃഷി അധിഷ്ഠിത വ്യവസായം. അതായത് അവിടുത്തെ ആ ഒരു വ്യവസായത്തിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, ധാതുക്കളാണ് അവിടുത്തെ അസംസ്കൃത വസ്തുവെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയും. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്ന ഏതാണ്, ഇരുമ്പ് വ്യവസായമാണ്. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്ന ഏതാണ്, ഇരുമ്പ് വ്യവസായമാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക്, വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഇരുമ്പുരുക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പുരുക്ക് വ്യവസായമുണ്ട്, ചെമ്പുണ്ട്, അലൂമിനിയം ഉണ്ട്. ഇനി നോക്കിക്കേ എന്തൊക്കെ ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെയാണ്. അപ്പൊ നമുക്കറിയാം ഇരുമ്പ് നിർമ്മാണം. സിലിക്ക മണല് അല്ലെ, എന്താണ്, വീട് നിർമ്മിക്കാൻ അതേപോലെ ഗ്ലാസ് നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന സിലിക്ക. ബോക്സൈറ്റ് എന്താണ്, വിമാനവും വൈദ്യുതി ഉപകരണങ്ങളും ഒക്കെ. വജ്രം എന്താണ്, വ്യാവസായികമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ അല്ലെ. കൽക്കരി ആണെങ്കിൽ എന്താണ്, തീവണ്ടിക്കും ഇരുമ്പ് നിർമ്മാണത്തിനും ഒക്കെ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളിയം എന്താണ്, വാഹന ഇന്ധനമായിട്ടാണ് നമ്മൾ പെട്രോളിയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പറയുന്നത് ഹരിത വിപ്ലവത്തെ പറ്റിയാണ്. അപ്പൊ നമ്മൾ കൃഷി എന്താണെന്നും എന്തൊക്കെ 4 ടൈപ്പ് കൃഷിയെ പറ്റി പറഞ്ഞു. പിന്നെ കൃഷി അധിഷ്ഠിത വ്യവസായത്തെ പറഞ്ഞു, ധാതുക്കളെ പറ്റി പറഞ്ഞു, ധാതു അധിഷ്ഠിത വ്യവസായത്തെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹരിത വിപ്ലവമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന ഹരിത വിപ്ലവം. ബ്രിട്ടീഷുകാരുടെ കാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, ഇതെല്ലാം എന്തായിരുന്നു, ആ സമയത്ത് നമ്മുടെ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രശ്നങ്ങളായിരുന്നു.
സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യം കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷികോൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു എന്ത് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാർഷിക രംഗം വളരെയധികം ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഭൂപരിഷ്കരണ നിയമം വരുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ കൈവശം വെക്കാവുന്ന ഭൂമിക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഭൂമിയും അവർ എന്താക്കി പ്രഖ്യാപിച്ചു, മിച്ച ഭൂമിയാക്കി പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും ഭൂമി ഇല്ലാത്തവന് ഭൂമി ലഭിക്കാനായിട്ട് ഇടയായി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണെന്ത്, ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് എന്തിനായിരുന്നു, ഗോതമ്പിന്. അതുകൊണ്ടാണ് നമ്മൾ ഹരിത വിപ്ലവത്തെ എന്ത് പറയുന്നത്, ഗോതമ്പ് വിപ്ലവം എന്നും പറയുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്, ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച ഇതെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ഗോതമ്പ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിള ഉൽപാദനം നടത്തിയ ഏതാണ്, അത് ഗോതമ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആരാ, ഡോക്ടർ MS സ്വാമിനാഥൻ. നോർമൻ ബോർലോഗ് ആരാണ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. 1925 ഓഗസ്റ്റ് 7 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിക്കുന്നത്. ഇന്ത്യയിലെ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടർ, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറാണ് ആര്, MS സ്വാമിനാഥൻ. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരമായി നോർമൻ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം വിളവെടുപ്പിനേക്കാൾ മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്, പത്മശ്രീ ലഭിച്ചു, പത്മഭൂഷൺ ലഭിച്ചു, ഭാരതരത്ന ലഭിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചെന്നൈയിൽ അന്തരിച്ചു. 25 ഓഗസ്റ്റ് 7 ജനിച്ചു, 23 അല്ലെ, ഏകദേശം 98 വയസ്സുള്ളുണ്ടായിരുന്നു അല്ലെ. സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ പഠിക്കേണ്ട എന്തൊക്കെയാണ്, നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ അതാരാണ്, MS സ്വാമിനാഥനാണ്. അദ്ദേഹം മരിച്ച ഡേറ്റ് ഒന്ന് പഠിക്കണേ, 23 സെപ്റ്റംബർ 28 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ, നേട്ടങ്ങളെ പറ്റി പറയുകയാണെ, ഇത് പഠിക്കണം. കാര്യം ഇത് നമുക്കിങ്ങനെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരാം. സാധനങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവുണ്ടായി. സ്വയം പര്യാപ്തത ഉറപ്പാക്കി. സാധനങ്ങളുടെ വില കുറഞ്ഞു. സാധനങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. ഇതൊക്കെയായിരുന്നു എന്താ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ് പരിമിതികൾ എന്തൊക്കെയായിരുന്നു, ജലം അമിതമായി ഉപയോഗിക്കുന്നത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടത കുറച്ചു. പിന്നെന്താണ്, പുത്തൻ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ പറയുന്നത്, ചെറുകിട വൻകിട കർഷകരുടെ അന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപാദനത്തിൽ മാത്രം ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇവയുടെ നേട്ടങ്ങൾ എന്ത് ചെയ്തു, ഒതുങ്ങി നിന്ന്. ഏറ്റവും കൂടുതൽ ഗോതമ്പിലായിരുന്നു. മൊത്തത്തിൽ വ്യാപിക്കാനായിട്ട് ആദ്യമായിട്ട് അവർക്ക് പറ്റിയിരുന്നില്ല. ഇനി നോക്കിക്കേ, ആരാണ് നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്? ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്, നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1970 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസും ലഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, ദാരിദ്ര്യം എന്നാൽ എന്താണെന്ന് നോക്കിക്കേ. ചെറിയൊരു ഇത് തന്നിട്ടുണ്ട്. ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ.
അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെ കടലാസ് വാങ്ങും? കണ്ടോ? അതായത് അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന, നോക്കിക്കേ, കണ്ട, ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്നതിൽ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് അത്. അതായത് കണ്ടോ, കണക്കിലെ മാന്ത്രികനായിരുന്ന ഭാരതീയനായ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഭാഗമാണ് നിങ്ങൾ തന്നത്. അതായത് അന്നത്തെ ആ മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അന്നത്തെ മനുഷ്യൻ കഷ്ടപ്പെട്ടിരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നോക്കിക്കേ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലെ? ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരെയാണ് നമ്മൾ ദരിദ്രർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യരേഖ, ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ, അല്ലെ? BPL, ബിലോ പോവേർട്ടി ലൈൻ നമ്മൾ പറയത്തില്ലേ? APL-ഉം BPL-ഉം. ഒരാളുടെ വരുമാനത്തിൽ ഭക്ഷണത്തിന്റെയിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയായിരിക്കാം പറയാം? തൊഴിലില്ലായ്മ പറയാം, അവസര സമത്വം പറയാം, കടബാധ്യത പറയാം, വർദ്ധിച്ച ജനസംഖ്യ പറയാം, വിലക്കയറ്റം പറയാം, പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? അല്ലെ? സമ്പത്തിന്റെ അസന്തുലിതാവസ്ഥ, അല്ലെ? അസന്തുലിതമായ വിതരണം, പിന്നെ എന്ത് പറയാം? മൂലധനത്തിന്റെ അഭാവം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പണ്ടുകാലത്തെ മനുഷ്യൻ ദരിദ്രനായിട്ട് തുടരുന്നതെന്ന് പറയുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. എന്താന്ന് നോക്കിക്കേ, ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണേ. MPI, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, OPHI, UNDP, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം സംയുക്തമായി തയ്യാറാക്കിയതാണിത്. എന്തെന്ന് പറയുന്നത്? MPI, ബഹുമുഖ ദാരിദ്ര്യ സൂചിക. കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യമുണ്ട്, അതേപോലെ വിദ്യാഭ്യാസമുണ്ട്, ജീവിത നിലവാരമുണ്ട്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല, എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കുന്നത്. നോക്കിക്കേ, എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ളത്. ആരോഗ്യമുണ്ട്, അല്ലെ? പോഷകാഹാരം, അല്ലെ? പിന്നെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം, ഇതെല്ലാം അവരോട് കണക്കാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം, അതേപോലെ ഹാജർ നിലയും നോക്കും. ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പാചക ഇന്ധനം, അതേപോലെ ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തി, ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം ജീവിത നിലവാരത്തിലും കൂടി വരുന്നതാണ്. നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പല വർഷങ്ങളിലെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നോക്കിക്കേ, എന്തൊക്കെയാ ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന നോക്കിക്കേ. 2019 2021 വരെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാനായിട്ട് പറ്റും? ബീഹാർ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, മേഘാലയ ഉണ്ട്, അല്ലെ? അങ്ങനെ വരാം. പിന്നെ എന്തൊക്കെയാണ്? ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ്. കേരളത്തിന്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെയായിട്ട് വരും? കണ്ടോ, കേരളം 0.55% പറയുന്നത്. ഇനി നോക്കിക്കേ, അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് കടത്തി വിട്ടാൽ മാത്രം പോരല്ലേ? ഈ പറയുന്ന ഗവൺമെന്റുകൾ അവരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അവർ പല പല പദ്ധതികളും അവരെ ആസൂത്രണം ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 3 തിരിക്കുന്നത്, അല്ലെ? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളെ 3 വിഭാഗമായിട്ട് തിരിക്കാം. ഫസ്റ്റ് വണ്ണാണ് സ്വയം തൊഴിൽ പദ്ധതി. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ജീവനം പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. എന്തൊക്കെയാന്ന് നോക്കിക്കേ. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതിനെയാണ് മഹാത്മാഗാന്ധി
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ജീവനം പദ്ധതിയാണ്. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നമ്മളിവിടുത്തെ ഗ്രാമങ്ങളിലെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വരുന്നത്? അയ്യങ്കാളിയാണ്. നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനെയാണ് ഈ പറയുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താ? പൊതുവിതരണ സംവിധാനം. അതായത് നമ്മുടെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പിന്നെ എന്താണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തിമാൻ, PM പോഷൻ. എന്താണ്? 1 മുതൽ 8 വയസ്സ് വരെയുള്ള ക്ലാസ്സുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയാണ് എന്ത്? PM പോഷൻ. ഒന്ന് പഠിച്ചു വെക്കണേ. PM പോഷൻ എന്താണ്? 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയാണ്. നെക്സ്റ്റ് വരുന്നത് സുഭിക്ഷ കേരളമാണ്. സുഭിക്ഷ കേരളം പദ്ധതി എന്താണ്? കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? സുഭിക്ഷ കേരളം പദ്ധതി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കിക്കേ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നെ പറഞ്ഞത് ഏതാണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പിന്നെ എന്താണ്? ജീവനം പദ്ധതി പറഞ്ഞു. പിന്നെ പറഞ്ഞ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും പറഞ്ഞു. ഓക്കെ, പിന്നെ ഏതാണ്? പ്രധാനമന്ത്രി പോഷൻ സുഭിക്ഷ കേരളം പദ്ധതി. അടുത്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് പറയുന്നത്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, അതേപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. എന്താണ്? നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത് ഈ പറയുന്നത്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എന്താണ് നിരാമയ എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണെന്ത്? നിരാമയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതെല്ലാം പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ കൂടാതെ കേരളം മറ്റു ചില പദ്ധതികളും കൂടിയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സ്നേഹ സ്വാന്തനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, അതേപോലെ തന്നെ ആരോഗ്യ കിരണം, സ്നേഹപൂർവം, ക്യാൻസർ, ലൈഫ് മിഷൻ തുടങ്ങിയവയെല്ലാം എന്താണ്? ഈ പറയുന്ന പല പല പദ്ധതികളുടെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ്. നോക്കാം നമുക്ക്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? കുടുംബശ്രീ എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിന്റെ ഭൂരിഭാഗവും മേഖലകളിൽ ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലെയും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്ന രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും കുടുംബശ്രീ എന്ത് ചെയ്യുന്നുണ്ട്? മാതൃക കാട്ടുന്നുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ്. അപ്പൊ എന്നാണ് കുടുംബശ്രീ വരുന്നത്? 1998 മെയ് 17 നമ്മുടെ ആര് വരുന്നത്? ഈ പറയുന്ന കുടുംബശ്രീ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഭക്ഷ്യസുരക്ഷയെ പറ്റിയാണ്. നോക്കിക്കേ എന്തൊക്കെയാണെന്നുള്ളത്. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതത്വവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യും എന്നതാണ് ഭക്ഷ്യ സുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ നോക്കിയേ ഭക്ഷ്യസുരക്ഷ കൊണ്ടുവരുന്നത്? കാലാവസ്ഥാ വ്യതിയാനം, ഉറപ്പ് നൽകാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, വരുമാനക്കുറവുണ്ട്, ലഭ്യതയുണ്ട്, വ്യവസായവൽക്കരണമുണ്ട്, വിലവർദ്ധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ, ഇതെല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് വിശപ്പ് രഹിത കേരളമാണ്. എന്താണ് വിശപ്പ് രഹിത കേരളം എന്ന് ഉദ്ദേശിക്കുന്നത്? പട്ടിണി ഇല്ലാതാക്കിയ കേരളത്തിലെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017 മുതൽ 18 വരെയാണ് കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കും എന്നതാണ് ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരി തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ആരോഗ്യപൂർണമായ ജീവിതത്തിന് വേണ്ടി നമുക്ക് എന്ത് വേണം? നല്ല ഭക്ഷ്യസുരക്ഷ വേണം, അല്ലെ? ഈ പറയുന്ന സമൂഹത്തിൽ ഭക്ഷ്യമില്ലാത്ത മാത്രമല്ല, ഈ പറയുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടും നാട്ടിൽ എന്ത് വരുന്നുണ്ട്? ആ ഒരു ഞെരുക്കം, അല്ലെ? ഫുഡിനുള്ള ഭക്ഷ്യസുരക്ഷയില്ലായ്മ എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം ആ കണ്ടന്റുകളെല്ലാം പഠിക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാം. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് നിലവിൽ വന്നത്? അത് 2005 നിലവിൽ വന്നത്. പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദരിദ്രരുടെ ഉപജീവനത്തിനായി അടിത്തറ ശക്തിപ്പെടുത്തുക, അതേപോലെ ഉൽപാദനക്ഷമമായ ആസ്തികളുടെ സൃഷ്ടി എന്നിവയാണ് അതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ആദ്യ 2 ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടുമുണ്ട്, അതേപോലെ തന്നെ പാലക്കാടുമുണ്ട്. ഉറപ്പ് നൽകുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 100 ദിനങ്ങളാണ്. ഇപ്പോഴത്തെ ദിവസവേതനം എന്ന് പറയുന്നത് 346. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് ചിലപ്പോൾ പലപ്പോഴും മാറ്റങ്ങൾ വരാറുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് വരുന്നത് പ്രകൃതി വിഭവ പരിപാലനവും അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. നമുക്കറിയാം തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിമാർ ചെയ്യുന്നത് അല്ലെ, ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, വൃത്തിയാക്കുകയും അതേപോലെ തന്നെ തോട് വൃത്തിയാക്കല്, റോഡ് സൈഡൊക്കെ വൃത്തിയാക്കലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്